നമസ്കാരം. ഹാപ്പി വുമൻസ് ഡേ. അന്തർദേശീയ വനിതാ ദിനം നമുക്കെല്ലാം ഒരു പ്രചോദനമാകണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നത്. അതിനായി നെടുമ്പാല ഇൻസ്പിറേഷൻ ത്രിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വനിതാ ദിനം എന്ന് കേൾക്കുമ്പോഴേക്കും ഒരു ചോദ്യമാണ് എൻ്റെ മനസ്സിൽ ഉദിക്കുന്നത്. മഹിളാമണിയോട് കേട്ടോ ചോദിക്കുന്നത്. താങ്കൾ ഒരു സ്ത്രീയായി ജനിച്ചതിൽ അഭിമാനിക്കുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ടല്ലേ? ഗുഡ്. അങ്ങനെയാണെങ്കിൽ ഒരു സ്ത്രീയായി ജനിച്ചതിൽ ഞാൻ ഇന്ന് അഭിമാനിക്കുന്നു എന്ന് ഓരോ സ്ത്രീക്കും അഭിമാനത്തോടെ പറയാനുള്ള ദിവസമാണിന്ന്. അതിന് കാരണമുണ്ട്. പണ്ട് സ്ത്രീ ശപിക്കപ്പെട്ട ജന്മം എന്ന് കരുതിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ. ഇപ്പോഴും അത് പലയിടങ്ങളിലുമുണ്ട്. എവിടെയാണെങ്കിലും ഈ ധാരണയുണ്ടെങ്കിൽ അത് അസ്ഥാനത്താണെന്ന് നമുക്കിന്ന് തെളിയിക്കണം. നമ്മുടെ സമൂഹത്തിൽ അറിയിക്കുന്ന സ്ഥാനം നേടിയെടുക്കാൻ കഴിവുള്ള ധാരാളം സ്ത്രീകളുണ്ടെന്നേ. അവർ വഴികാട്ടികളാണ്. ഇവിടെയാണ് സർവദേശീയ വനിതാ ദിനത്തിന്റെ പ്രസക്തിയും പ്രാധാന്യവും. ബുദ്ധിയുടെ കാര്യത്തിലാണെങ്കിലും വൈകാരിക ഗുണങ്ങളുടെ കാര്യത്തിലാണെങ്കിലും സ്ത്രീകൾ പുരുഷന്മാരെ അപേക്ഷിച്ച് ഒരു പിടി മുന്നിൽ തന്നെയാണ്, അല്ലേ? സംശയമുണ്ടോ? എതിർപ്പിന്റെ മഹാസമുദ്രങ്ങളെ അസാധാരണമായ ശക്തി കൊണ്ട് കീഴടക്കിയ വനിതകളെ നമുക്ക് ഈ അവസരത്തിൽ അഭിമാനത്തോടെ ഓർക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഹൈദരാബാദിൽ ജനിച്ച സരോജിനി നായിഡു, ഇന്ദിരാഗാന്ധി, ഗായിക ലതാ മങ്കേഷ്കർ, കൽപ്പന ചാവള, മദർ തെരേസ, അരുന്ധതി റോയ്, കിരൺ ബേദി, മുത്തുലക്ഷ്മി തുടങ്ങിയ നിരവധി പവർഫുൾ വനിതകൾ ഭാരതത്തിന്റെ ശ്രേഷ്ഠത വർദ്ധിപ്പിച്ചവരാണ്. അവർ പൊൻചൂവൽ ചാർത്തിയവരാണ്. ഈ അവസരത്തിൽ അവരെയൊക്കെ നമുക്ക് അഭിമാനത്തോടെ ഓർക്കാം. എവിടെയാണോ സ്ത്രീ പൂജിക്കപ്പെടുന്നത് അവിടെ ദേവതകൾ വിളങ്ങുമെന്ന പ്രാർത്ഥനയോടെ ഭാരതീയർ സ്ത്രീത്വത്തിന് കൊടുക്കുന്ന ആദരവ് നമുക്കിന്ന് ഓർക്കാം. അതുപോലെ സംസ്കാരത്തിന്റെ താക്കോൽ കൂടിയാണ് സ്ത്രീകൾ എന്ന് മഹാന്മാർ പ്രത്യേകം പറഞ്ഞിട്ടുള്ളത്. കൃത്യമായി പറഞ്ഞാൽ 1857 മാർച്ച് 8 ന്യൂയോർക്കിലാണ് വനിതാ ദിനത്തിന്റെ തുടക്കം. അവിടുത്തെ തുണിമില്ലിലെ സ്ത്രീ തൊഴിലാളികൾ അനുഭവിക്കേണ്ടി വരുന്ന ദുരിതങ്ങൾക്കെതിരെ പ്രക്ഷോഭണം നടത്തിയാണ് വനിതാ ദിനത്തിന് തുടക്കമിട്ടത്. അവർ അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ സ്ത്രീ തൊഴിലാളി സംഘടനയ്ക്ക് രൂപം നൽകി. 1908 അതായത് മാർച്ച് 8 15,000-ലധികം സ്ത്രീകൾ ന്യൂയോർക്ക് നഗരത്തിൽ കൂടി പ്രകടനം നടത്തി. അതോടെ മിക്ക രാജ്യങ്ങളിലെയും സ്ത്രീകൾ വനിതാ ദിനം ആചരിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് അന്തർദേശീയ വനിതാ ദിനത്തിന് തുടക്കം കുറിച്ചതെന്ന് നമുക്കറിയാം. ഈ സ്ത്രീത്വം എന്നൊക്കെ പറഞ്ഞാൽ എന്താ? സൗന്ദര്യമാണോ? വല്ല ഭോഗവസ്തുവാണോ? അതോ വിധേയായി ജീവിക്കാൻ വിധിക്കപ്പെട്ടവളാണോ? അല്ലേ അല്ല. സ്ത്രീത്വം എന്നത് ഒരു മഹത്തായ പദവിയാണെന്നും അവർ ആദരിക്കപ്പെടണമെന്നുള്ള ചിന്ത സമൂഹത്തിൽ വളർത്തിയെടുക്കണം എന്ന ചിന്തയുമാണ് വേണ്ടത്. അതിനായിട്ടാണ് നാം ഡൽഹി ഇന്നിവിടെ വനിതാ ദിനം ആചരിക്കുന്നത്. സ്ത്രീകളുടെ മഹത്വത്തെയും പ്രാധാന്യത്തെയും തരം താഴ്ത്തുന്ന പരസ്യങ്ങളും സിനിമകളും നിയന്ത്രിക്കപ്പെടണം. അവർ സ്വന്തം മഹത്വം മനസ്സിലാക്കണം. ഇതൊക്കെയാണെങ്കിലും എത്രയോ സ്ത്രീകളാണ് തട്ടിക്കൊണ്ടു പോകുന്നത്, അല്ലേ? എത്രയോ സ്ത്രീകളെയാണ് പീഡിപ്പിക്കുന്നത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും എവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള സുരക്ഷിതത്വം ഉറപ്പുവരുത്തിയേ തീരൂ. പെൺമയുടെ നേർക്ക് ക്രൂരതയോടെ കൈ ഉയർത്തുവാൻ ഇനിയെങ്കിലും ആർക്കും ഇവിടെ ധൈര്യം ഉണ്ടാകരുത്. ഈ ലക്ഷ്യത്തോടെ നമുക്ക് പ്രവർത്തിക്കാനാവണം. സ്ത്രീ അടിച്ചമർത്തപ്പെടേണ്ടവളല്ല, ആണോ? ഉയർത്തെഴുന്നേൽക്കപ്പെടേണ്ടവളാണ്. ഈ തിരിച്ചറിവ് നമുക്ക് എന്നാ ഉണ്ടാകേണ്ടത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. പിതാവും സഹോദരനും ഭർത്താവും കൂട്ടുകാരനും തുടങ്ങി സകലരും വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന പെണ്ണ് അവൾ അഗ്നിയായി തീജ്വാലയായി സടകുടഞ്ഞെഴുന്നേറ്റാൽ അവളുടെ കോപാഗ്നിയിൽ അഗ്നി താണ്ഡവത്തിൽ വെന്തു മരിച്ചു പോകും ഈ കിരാത സമൂഹം. ആയതിനാൽ വെല്ലുവിളികളെ നേരിടാനും
കാഴ്ചപ്പാടുകൾ വികസിക്കാനും കിട്ടുന്ന ഏതൊരവസരവും ഉപയോഗിക്കുവാൻ സ്ത്രീ സംഘടനകൾ തയ്യാറാകണം എന്ന അഭ്യർത്ഥനയോടെ ഈ ചാനൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യുന്നതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.